എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഡി ബ്ലോക്ക് അല്ലെ, ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്താണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത്? പീരിയോഡിക് ടേബിൾ എവിടെയായിട്ട് വരും? ഏറ്റവും താഴെ ഭാഗത്തായിട്ട് വരും ഇല്ലേ? നമ്മുടെ പീരിയോഡിക് ടേബിൾ ഇതാണ്. പീരിയോഡിക് ടേബിളിലെ ഏറ്റവും താഴെ ഭാഗത്താണ് അല്ലെ, ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ എന്ന് പറയാം. ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആണ്. അപ്പൊ അവിടെയായിട്ടാണ് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് വരുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഈ ഡി ബ്ലോക്കിൽ നിന്ന് നമുക്ക് മാറ്റി എടുത്തു വെച്ച കുറച്ച് എലമെന്റ്സ് ആണ് കേട്ടോ. ഡി ബ്ലോക്കിൽ നമുക്ക് ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് മാറ്റി എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എവിടെയായിട്ടാണ് കാണപ്പെടുന്നത്? ബോട്ടം ഓഫ് ദി പീരിയോഡിക് ടേബിൾ ആണ്. അതെങ്ങനെയാണ്? രണ്ട് സെപ്പറേറ്റ് റോസ് ആയിട്ട് അല്ലേ, രണ്ട് സെപ്പറേറ്റ് റോസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകതകളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ദാ ക്വസ്റ്റ്യൻ നോക്കിയേ, വേർ ആർ ദി എഫ് ബ്ലോക്ക് എലമെന്റ്സ് ലൊക്കേറ്റഡ് ഇൻ ദി പീരിയോഡിക് ടേബിൾ? എവിടെയാണ് പീരിയോഡിക് ടേബിളിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ബോട്ടം അല്ലേ, ബോട്ടം ഓഫ് ദി പീരിയോഡിക് ടേബിൾ എന്ന് പറയാം അല്ലേ, ബോട്ടം ഓഫ് ദി പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിന്റെ താഴെ ഭാഗത്താണ് കാണപ്പെടുന്നത്. അത് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ടു സെപ്പറേറ്റ് റോസ് ആയിട്ട് അല്ലേ, ബോട്ടം ഓഫ് ദി പീരിയോഡിക് ടേബിൾ വിത്ത് ടു സെപ്പറേറ്റ് റോസ് എന്ന് പറയാം അല്ലെ, രണ്ട് സെപ്പറേറ്റ് റോസ് ആയിട്ട് അല്ലെ, രണ്ട് സെപ്പറേറ്റ് റോസ് ആയിട്ടാണ് അത് കാണപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ, എഫ് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ഇൻ വിച്ച് സബ്ഷെൽ ഡസ് എ ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ടേക്സ് പ്ലേസ് ഇൻ ദം? ഏത് സബ്ഷെല്ലിലായിരിക്കും അവിടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഫില്ല് ചെയ്യുന്നത്? സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനകത്ത് അവിടെ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എഫ് സബ്ഷെല്ലിലായിരിക്കുമല്ലോ. എഫ് ബ്ലോക്ക് ആണ്, എഫ് സബ്ഷെല്ലിലായിരിക്കും അവിടെ ഫില്ല് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി ബ്ലോക്കിന്റെ കേസിൽ കണ്ടു, ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുന്നേ ഉള്ളത്, അതായത് എന്താണ് പറഞ്ഞാൽ പെനൽമേറ്റ് ഷെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് ഔട്ടർ മോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പെനൽമേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ, പെനൽമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ഉള്ളിലായിരിക്കും അവിടെ എന്താണ് ഇലക്ട്രോൺസ് അവിടെ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ആന്റി പെനൽമേറ്റ് എന്നാണ് പറഞ്ഞിട്ട്, ആന്റി പെനൽമേറ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇതാണ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഏതാണ്? പെനൽമേറ്റ്. തൊട്ട് മുന്നേ വരുന്നതാണ് പെനൽമേറ്റ്, അതിൻ്റെ തൊട്ട് മുന്നേ അതിനെ പറയുന്നതാണ് ആന്റി പെനൽമേറ്റ്. അപ്പൊ അവിടെ ആയിരിക്കും ഇലക്ട്രോൺസ് അവിടെ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഇൻ ദീസ് എലമെന്റ്സ് ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ടേക്സ് പ്ലേസ് ഇൻ ദ കണ്ടോ ആന്റി പെനൽമേറ്റ് ഷെൽ. ആന്റി പെനൽമേറ്റ് ഷെൽ എന്ന് പറയുമ്പോൾ മനസ്സിലായോ എന്താന്നുള്ളത്? പെനൽമേറ്റ് ഷെല്ലിന്റെ ഉള്ളില് അതിന്റെ തൊട്ട് മുന്നിൽ, അതിനാണ് ആന്റി പെനൽമേറ്റ് ഷെൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ വേറെ പേര് പറയും ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും കേട്ടോ. എന്താണ് ഇന്നർ ട്രാൻസിഷൻ? ഇന്നർ ട്രാൻസിഷൻ. നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് കണ്ടു ഇല്ലേ, ഡി ബ്ലോക്കിലുള്ളതാണ്. അപ്പൊ ഡി ബ്ലോക്കിലുള്ള ട്രാൻസിഷൻ എലമെന്റ്സ് കണ്ടു. അപ്പം ഇത് ഈ ആന്റി പെനൽമേറ്റ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ മറ്റൊരു പേരും പറയും ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും പറയും. അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് പറയും കേട്ടോ, അന്തസംക്രമണ മൂലകങ്ങൾ, അങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എവിടെയാണ് കാണപ്പെടുന്നത്? ബോട്ടം ഓഫ് ദി പീരിയോഡിക് ടേബിൾ ആണ് കാണപ്പെടുന്നത്. രണ്ട് സെപ്പറേറ്റ് റോസ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അവിടെ എ സബ്ഷെല്ലിലാണ്, എഫ് സബ്ഷെല്ലിലാണ് അല്ലേ നടക്കുന്നത്. പിന്നെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? ആന്റി പെനൽമേറ്റ് ഷെൽ. അപ്പൊ ആന്റി പെനൽമേറ്റ് ഷെൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ട് മുന്നേ പെനൽമേറ്റ് ആണ്, അതിന്റെ തൊട്ട് മുന്നിൽ അതാണ് ആന്റി പെനൽമേറ്റ് ഷെൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ പിന്നെ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ അന്തസംക്രമണ മൂലകങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നോക്കിയേ, എഫ് ബ്ലോക്ക് എലമെന്റ്സ് കണ്ടില്ലേ? എഫ് ബ്ലോക്ക് എലമെന്റ്സ് എവിടെയാണ് വന്നിരിക്കുന്നത്? അല്ലേ ലാസ്റ്റ് ബോട്ടം ഓഫ് ദി പീരിയോഡിക് ടേബിളിലാണ് ഈ ഡി ബ്ലോക്കിലുള്ള. കണ്ടില്ലേ? നോക്കുക 56 കഴിഞ്ഞിട്ട് ദാ നോക്കിയാൽ ഈ ഒരു പീരീഡ്, ഇത് എത്രാമത്തെ പീരീഡ് ആണ് വരുന്നത്? 6ാമത്തെ പീരീഡ്. ഇത് 6ാമത്തെ പീരീഡ്, ഇത് 7ാമത്തെ പീരീഡുമാണ് ഇല്ലേ? അപ്പം ഈ 6ാമത്തെ പീരീഡിൽ ഇവിടെ വരേണ്ടതായിരുന്നു 50 എന്നൊരു ഇത് കണ്ടില്ലേ 57. അത് ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സെക്ഷൻ 56, 57 കേട്ടോ, അങ്ങനെ വരുന്ന അത് 70 വരെയുള്ളത് കേട്ടോ. അതിനെയാണ് നമ്മൾ വേറൊരു സെക്ഷൻ ആക്കി എഫ് ബ്ലോക്കിലേക്ക് മാറ്റിയത്. അതുപോലെ തന്നെ 89 തൊട്ടുള്ള ബാക്കി കേട്ടോ, 89 തൊട്ടുള്ള ബാക്കി ഉണ്ടല്ലോ ഇവിടെ വരേണ്ടതായിരുന്നു, അതിനെ ഇങ്ങോട്ട് ഇറക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ 6ാമത്തെ പീരീഡിലാണ് എന്ത് പറഞ്ഞു എഫ് ബ്ലോക്ക് മൂലകം വരേണ്ടത് ഇല്ലേ? അപ്പൊ 6ാമത്തെ പീരീഡിലെ എഫ് ബ്ലോക്ക് മൂലകങ്ങളെ നമ്മൾ അറിയപ്പെടുന്നത് അത് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. 6ാമത്തെ പീരീഡിൽ ഇത് കണ്ടില്ലേ ഇവിടെ വരേണ്ടതാണ്, അതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പൊ 6ാമത്തെ പീരീഡിലെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ നമ്മൾ ഒരു പേരിൽ അറിയപ്പെടും. എന്താണ്? ലാന്തനോയിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ലാന്തനോയിഡ്സ്
ലാന്തനോയിഡ്സ് കേട്ടോ, ലാന്തനോയിഡ്സ് എന്ന് അറിയപ്പെടും. ഏഴാമത്തെ പീരീഡില് കേട്ടോ, ഏഴാമത്തെ പീരീഡിൽ അത് ഇങ്ങോട്ട് എടുത്തു വെച്ചു. അപ്പം അത് അറിയപ്പെടുന്നത് ആക്ടിനോയിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ, ആക്ടിനോയിഡ്സ്. ആറാമത്തെ പീരീഡിൽ, ആറാം പീരീഡിലെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് കേട്ടോ, ആറാം പീരീഡിലാണ് വരേണ്ടത്. അപ്പൊ അതിന് നമ്മൾ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് മാറ്റി വെച്ചതാണ്. അപ്പം ആറാം പീരീഡിലെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് പ്രത്യേകം ഓർത്തണം കേട്ടോ. ആറാം പീരീഡിലെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ലാന്തനോയിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഏഴാമത്തെ പീരീഡിലെ അതെങ്ങനെയാണ്? ആക്ടിനോയിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ലാന്തിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറാം പീരീഡിലെ എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ് കേട്ടോ, ആറാം പീരീഡിലെ എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ് ലാന്തിനോയിഡ്സ്. തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം കേട്ടോ, 1 മാർക്കിന്റെ ഒക്കെ ആയിട്ട്. ഏഴാം പീരീഡിലെ എന്താണ്? എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ് ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന് ചില പ്രത്യേകത, ഇതിനും എങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വ്യത്യസ്തമാണ് കേട്ടോ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോ പഠിക്കാമല്ലോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. ഡി ബ്ലോക്കിൽ പഠിച്ച പോലെ അങ്ങനെ എങ്ങനെയാണ് വരുന്നതെന്നൊന്നും ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മനസ്സിലാക്കിയിരിക്കുക. എഫ് ബ്ലോക്കിലും എങ്ങനെയാണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കേട്ടോ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ്? വേരിയബിൾ ആണ്, ഇല്ല, വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എഫ് ബ്ലോക്കിലും ഉണ്ടായിരിക്കുന്നത്. ക്ലിയറായല്ലോ? അതുപോലെ തന്നെ അതിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള മൂലകങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ആക്ടിനോഡ് എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. കണ്ടില്ലേ, എവിടെ കണ്ടില്ലേ? റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ് ഈ ആക്ടിനോഡിൽ വരുന്നത്. ഈ ഒരു സെക്ഷനിൽ വരുന്ന എല്ലാം എന്താണ്? റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിന്റെ പ്രത്യേകതകളും അതിന്റെ ഫീച്ചേഴ്സും ഒക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ളത് കേട്ടോ. അതാ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. ഹൗ ആർ ദി എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഓഫ് ദി 6th പീരീഡ്? ഉണ്ടല്ലേ, 6th പീരീഡിലെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലാന്തനോയിഡ്സ് കേട്ടോ, ലാന്തനോയിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്, ലാന്തനോയിഡ്സ്. അതുപോലെ വാട്ട് അബൌട്ട് ദി എലമെന്റ്സ് ഓഫ് ദി 7th പീരീഡ്? 7th പീരീഡിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആക്ടിനോയിഡ്സ് കേട്ടോ, 7th പീരീഡിൽ അറിയപ്പെടുന്നത് ആക്ടിനോയിഡ്സ് എന്നാണ്. ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. എന്താണ് നമ്മൾ ഒന്ന് പറഞ്ഞു? ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പോയിന്റുകളാണ് കേട്ടോ, വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഇനി ആക്ടിനോയിഡ് ഏതാണ്? 7th പീരീഡിലാന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് കേട്ടോ. ആക്ടിനോയിഡ്സ് ആ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്, അതായത് 7th പീരീഡിലുള്ള എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഇല്ലേ, അതെന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഏത് പീരീഡിൽ വരുന്നു, അല്ലെങ്കിൽ ഏത് ബ്ലോക്കിൽ വരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കാം. അത് ആക്ടിനോയിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. 7th പീരീഡ് ആണ്, എഫ് ബ്ലോക്കും ആണ് കേട്ടോ. ദീസ് ഇൻക്ലൂഡ് മാൻമെയ്ഡ് എലമെന്റ്സും അതിലും ഉണ്ട് കേട്ടോ. ഇനി certain isotopes of elements like uranium, thorium and plutonium are used as fuel in nuclear reactor. അല്ല, ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? യുറേനിയം, തോറിയം, അതിൻ്റെയൊക്കെ, പ്ലൂട്ടോണിയം, അതിൻ്റെയൊക്കെ എന്താണ്? ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. ഇനി അടുത്തൊരു കോമ്പൗണ്ട് ആണ്, ഇനി അടുത്തൊരു എലമെന്റ് ആണ് നിയോഡിമിയം എന്ന് പറയും കേട്ടോ. നിയോഡിമിയം അതെന്താണ്? മാഗ്നറ്റ് ഉണ്ടാകും, മേക്കിംഗ് സ്ട്രോങ് മാഗ്നറ്റ് കേട്ടോ, മേക്കിംഗ് സ്ട്രോങ് മാഗ്നറ്റ്, നല്ല സ്ട്രോങ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? നിയോഡിമിയം ആണ് കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ചില എന്താണ് എലമെന്റ്സ് എവിടെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട്, പെട്രോളിയം ഇൻഡസ്ട്രിയിലൊക്കെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിറിയം, അതുപോലെ തന്നെ എന്താണ്? ലാന്തനം കേട്ടോ. സിറിയം, ലാന്തനം പോലെയുള്ളവയൊക്കെ എങ്ങനെയാണ്? പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം മെയിൻ പോയിന്റ്സുകളാണ് കേട്ടോ. അത് നിങ്ങൾ ഓരോരോ പോയിന്റുകളായിട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. എഫ് ബ്ലോക്ക് എലമെന്റ്സ് അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഇന്നർ ട്രാൻസിഷൻ അല്ലെ എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതിൽ സബ്ഷെൽ ഏതാണ്? എഫ് സബ്ഷെല്ലാണ്. ബോട്ടം ഓഫ് ദി പീരിയോഡിക് ടേബിൾ ആണ്. പിന്നെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ആന്റി പെനൽറ്റിമേറ്റ് ഷെല്ലാന്ന് പറഞ്ഞു. 6th പീരീഡിലെ നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് പറയും. 7th പീരീഡ് ആക്ടിനോയിഡ്സ് ആണ്. ആക്ടിനോയിഡ്സ് ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? റേഡിയോ ആക്റ്റീവ് അല്ലേ, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് എക്സാമ്പിൾ പറയുകയാണ്? ആക്ടിനോയിഡ്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യുറേനിയം, തോറിയം എന്നൊക്കെ പറയാം. പിന്നെ സ്ട്രോങ് മാഗ്നറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നിയോഡിമിയം ആണ്, അല്ലെങ്കിൽ ഏത് ബ്ലോക്കിലുള്ളതാണ്? എഫ് ബ്ലോക്കിലുള്ളതാണ്. സ്ട്രോങ് മാഗ്നറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പെട്രോളിയം ഇൻഡസ്ട്രിയിലൊക്കെ കാറ്റലിസ്റ്റ് ആയിട്ട് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഉപയോഗിക്കാറുണ്ട്, അതായത് സീറിയവും ലാന്തനവും പോലുള്ളവ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്ന മറ്റു ചില കാര്യങ്ങളാണ് റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയും കേട്ടോ. റെയർ എർത്ത് മൂലകങ്ങൾ. റെയർ എർത്ത് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എർത്തിൽ റെയർ ആയിട്ട് കാണപ്പെടുന്നത് എഫ് ബ്ലോക്കിലുള്ളതാണ്, പക്ഷെ അത് ഒരുപാടൊന്നും ഭൂമിയിൽ കാണപ്പെടുന്നില്ല. ചില ഫോംസിലൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ റെയർ ആയിട്ട് കാണപ്പെടുന്ന ചില എലമെന്റ്സുകളുണ്ട് കേട്ടോ. അത് നോക്കിയേ. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റെയർ എർത്ത് എലമെന്റ്സ് കൺസോ 17 എലമെന്റ്സ് ഇൻക്ലൂഡിംഗ് 15 എലമെന്റ്സ് ഓഫ് ലാന്തനോയിഡ്സ്. അത് ലാന്തനോൺ
ഉൾപ്പെട്ട ലാന്തനോയിഡ് എന്ന് പറയുമ്പോൾ ഏതാണ് ആറാമത്തെ അല്ലെ സിക്സ്ത് പീരീഡിലുള്ള എലമെന്റ്സ് ആണ് ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ലാന്തനോയിഡ്സ് ഉൾപ്പെട്ട 15 മൂലകങ്ങൾ. അതുപോലെ തന്നെ ഏതാണ് വേറെ 2 എണ്ണം ഉണ്ട്, സ്കാൻഡിയോം ഏതാണ് സ്കാൻഡിയോം അപ്പൊ ഈട്രിയം എന്ന് പറയും. അപ്പൊ അങ്ങനെ ചേർത്ത 17 എണ്ണം ചേർന്നതാണ് ഈ റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലാന്തനോയിഡ്സിലെ 15 എണ്ണം കേട്ടോ, ലാന്തനോയിഡ്സിലെ 15 എണ്ണവും അതുപോലെ തന്നെ ഏതാണ് സ്കാൻഡിയോം ഇട്രിയം എന്ന് പറയും കേട്ടോ, അതും ചേർത്ത് 2 എണ്ണം കൂടെ ചേർത്ത് 17 എണ്ണമാണ് റെയർ എർത്ത് എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ റെയർ എർത്ത് എലമെന്റ്സിൽ ഏതൊക്കെയാണ് 15 എലമെന്റ് ഇല്ല ലാന്തനോയിഡ്സിലും, അതായത് 6th പീരീഡിൽ വരുന്ന 15 എലമെന്റും അതുപോലെ തന്നെ ഏതാണ് സ്കാൻഡിയോം ഇട്രിയം എന്ന് പറയുന്ന 2 എലമെന്റ് കൂടെ ചേർന്നതാണ് റെയർ എർത്ത് മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ ഇത് നമുക്ക് റെയർ എർത്ത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രകൃതിയിൽ അത്ര സുലഭമായിട്ട് കാണപ്പെടുന്ന ഒന്നുമല്ല. അപ്പൊ പല സ്ഥലത്തും ഇങ്ങനെ ചെതറിക്കിടക്കുക, അതുകൊണ്ട് തന്നെ വലിയൊരു അളവിലൊന്നും നമുക്ക് കിട്ടില്ല. ഇവയെ നമുക്ക് പല പല പ്രക്രിയയിലൂടെ ഒക്കെ വേർതിരിച്ച് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻ, അതായത് ടെക്നോളജി ഫീൽഡിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് അത് നോട്ട് ചെയ്യുക കേട്ടോ. ദേ ആർ യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്, LCD സ്ക്രീൻസ്, മൊബൈൽ ഫോൺസ്, റിന്യൂവബിൾ എനർജി സോഴ്സ്, ബാറ്ററീസ് കേട്ടോ. ഇതിലൊക്കെ എന്താണ് ഈ റെയർ എർത്ത് മൂലകങ്ങളാണ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ LCD സ്ക്രീന്, ഫോണ്, അതുപോലെ റിന്യൂവബിൾ അതായത് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളൊക്കെ ഇല്ലേ, ബാറ്ററി കേട്ടോ. ഇവയൊക്കെ ഇതിലൊക്കെ ഏത് ഉപയോഗിക്കുന്നുണ്ട് റെയർ എർത്ത് എലമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. റെയർ ആണ്. ഇപ്പൊ നമുക്കറിയാം ഇതിനൊക്കെ കോസ്റ്റും കൂടുതലാണല്ലേ. അതിന് കാരണം എന്താണ്? അത് റെയർ ആയിട്ട് കിട്ടുന്ന എലമെന്റ്സ് ആണ്. പല പല പ്രക്രിയയിലൂടെയാണ് ഇത് നമുക്ക് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഈ റെയർ എർത്ത് മെറ്റൽസ് ഉണ്ടല്ലോ, അപ്പൊ അതിൻ്റെയൊക്കെ അല്ലെങ്കിൽ റെയർ എർത്ത് മൂലകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ മെയിൻ സോഴ്സ് ഉണ്ട്. അപ്പൊ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓർസുകളുണ്ടല്ലോ, അയിരുകളുണ്ടല്ലോ, അയിരുകൾ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു മെയിൻ സോഴ്സ് ആണ് ഈ മോണാസൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിലൊക്കെ കോസ്റ്റൽ റീജിയണിലൊക്കെ തീരപ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. റെയർ എർത്ത് ലോഹങ്ങളുടെ അയിരുകളിൽ കേട്ടോ, അയിരുകൾ ഓർസ് ഓഫ് റെയർ എർത്ത് എലമെന്റ്സ്, അയിരുകൾ പ്രധാനപ്പെട്ടതാണ്. മോണാസൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ സുലഭമായിട്ട് കാണപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കാം. ദാറ്റ് ഈസ് റെയർ എർത്ത് എലമെന്റ്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് F ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. കുറച്ച് കാര്യമുള്ളൂ, പക്ഷെ 1 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കാം. 1 മാർക്കാണേലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പൊ ഇതിന് നമുക്ക് എല്ലാം കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്തൊരു നോട്ടും കൂടെ നമുക്കൊന്ന് നോക്കാം. നോക്കിയാൽ F ബ്ലോക്ക് എലമെന്റ്സ് ക്ലിയർ ആയാലും ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. 6th പീരീഡ് 7th പീരീഡിലാണ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. പ്ലേസ്ഡ് ബിലോ ദ മെയിൻ ബോഡി ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഇൻ 2 സെപ്പറേറ്റ് റോസ് കേട്ടോ. ഇവിടെയാണ് പീരിയോഡിക് ടേബിളിന്റെ മെയിൻ ബോഡിയുടെ താഴെ പ്ലേസ്ഡ് ബിലോ ദ കേട്ടോ മെയിൻ ബോഡി ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഇൻ ദ 2 സെപ്പറേറ്റ് റോസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ F സബ്ഷെൽ കേട്ടോ. ഇലക്ട്രോൺസ് F സബ്ഷെല്ലിലാണ് ഫില്ല് ചെയ്യുന്നത്. ഫില്ലിംഗ് ഒക്കേഴ്സ് ഇൻ ദ ആന്റി പെനൽറ്റിമേറ്റ് ഷെൽ കേട്ടോ. ആന്റി പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ തേർഡ് ഷെൽ ഫ്രം ദ ഔട്ട്സൈഡ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും 3ാമത് വരുന്ന ഷെല്ലിനെയാണ് ആന്റി പെനൽറ്റിമേറ്റ് ഷെല്ല് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ഇലക്ട്രോൺസ് അവിടെ ഫില്ല് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും അറിയപ്പെടുന്നു ഇല്ല, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നു. 6th പീരീഡിലുള്ള ഏതാണ്? ലാന്തനോയിഡ്സ് കേട്ടോ. ലാന്തനോയിഡ്സ് അല്ലെങ്കിൽ ലാന്തനൈഡ്സ് കേട്ടോ അറിയപ്പെടുന്നുണ്ട്. 7th പീരീഡിലുള്ളത് ആക്ടിനോയിഡ്സ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. ആക്ടിനോയിഡ്സ് എല്ലാം റേഡിയോ ആക്റ്റീവ് ആണ് കേട്ടോ. ആക്ടിനോയിഡ്സ് റേഡിയോ ആക്റ്റീവ് ആണ്. ചിലത് മാൻമെയ്ഡ് ആണെന്ന് പറഞ്ഞു. മെനി ഫോം കളേർഡ് അയൺസ് ആൻഡ് കോംപ്ലക്സ് കേട്ടോ. കളേർഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഓഫൺ എക്സിബിറ്റ് ഹൈ ഡെൻസിറ്റീസ് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഹൈ ഡെൻസിറ്റീസും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഉണ്ട്, അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പോൾ ആ 2 മെയിൻ പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ എന്താണ് പറഞ്ഞത്? അതിന്റെ യൂസസുകൾ പറഞ്ഞു അല്ലേ. ന്യൂക്ലിയർ ഫ്യൂവൽസിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ന്യൂക്ലിയർ ഫ്യൂവൽസിൽ കേട്ടോ യൂസസുകൾ, F ബ്ലോക്ക് എലമെന്റ്സിന്റെ യൂസസുകൾ ഓർത്തിരിക്കുക. ന്യൂക്ലിയർ ഫ്യൂവൽസ് യുറേനിയം, തോറിയം കേട്ടോ, പ്ലൂട്ടോണിയം ഒക്കെ എങ്ങനെയാണ് ഇന്ധനമായിട്ട് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മാഗ്നറ്റ് കേട്ടില്ലേ. ഏതാണ് മാഗ്നറ്റിന്റെ കാര്യം പറഞ്ഞാൽ? നിയോഡിമിയം അല്ലേ. നിയോഡിമിയം യൂസ്ഡ് ഫോർ സ്ട്രോങ് പെർമനന്റ് മാഗ്നറ്റ് ആണത്. പിന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സീറിയവും അതുപോലെ തന്നെ ലാന്തനം. സീറിയവും ലാന്തനവും പെട്രോളിയം ഇൻഡസ്ട്രിയുടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
ഓക്കെ ആയല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞ റെയർ എർത്ത് എലമെന്റ്സിനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് അതിലുള്ളത്? 15 ലാന്തനോയിഡ്സും പിന്നെ 2 സ്കാൻഡിയവും അതുപോലെ ഇട്രിയും കൂടെ ചേർന്നതാണ് റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞത്. അങ്ങനെ ടോട്ടൽ 17 ആണ് വരുന്നത്. പിന്നെ റെയർ ആണ്, അതുപോലെ തന്നെ എന്താണ് ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുവാണ്. അപ്പം എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞു. വൈഡ്ലി യൂസ് ചെയ്യുന്നത് എവിടെയാണ് കേട്ടോ? കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ്, LCD സ്ക്രീന്, ബാറ്ററീസ് കേട്ടോ, ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മോണാസൈറ്റിന്റെ കാര്യം പറഞ്ഞു. ആൻ ഓർ ഓഫ് ദി റെയർ എർത്ത് മെറ്റൽ. റെയർ എർത്ത് മെറ്റൽ ഉണ്ട്, അതിൻ്റെ ഒരു ഓറാണ്. അതെവിടെയാണ്? കേരളത്തിന്റെ കോസ്റ്റൽ റീജിയൻ, തെക്കൻ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ഇത്രേ ഉള്ളൂ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഒരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. എന്നാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യങ്ങൾ കൃത്യമായിട്ട്, കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ ലൈൻ ബൈ ലൈനായിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കണം കേട്ടോ. കാരണം അവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നിങ്ങൾ എക്സാം ചെയ്ത് ഇപ്പം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ലൈനും ഓരോ ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ കണ്ടില്ലേ, ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഓരോ ലൈനും ഓരോ ക്വസ്റ്റ്യനാണ്. അപ്പം അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പം അങ്ങനെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പോയിന്റുകളൊക്കെ ആയിട്ട് എഴുതി എടുക്കുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. അപ്പം ഇനിയുള്ളത് നമുക്ക് ലെറ്റേഴ്സസ് ആണ്. അത് നമുക്ക് ഓൾറെഡി ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചാപ്റ്ററിലെ. അപ്പം ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് ലെറ്റേഴ്സസും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ലെറ്റേഴ്സസ് നോക്കാം. അപ്പം ലെറ്റേഴ്സസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഡൗട്ടൊക്കെ ആണെങ്കിൽ അവിടെ ചോദിക്കുക. അപ്പം ഡിസ്കഷൻസ് നടത്തുന്നാൽ മാത്രമേ ഉള്ളൂ പല പല ഡൗട്ടുകളൊക്കെ മാറത്തുള്ളൂ. അപ്പം ഡൗട്ടുകളൊക്കെ ആണെങ്കിൽ ചോദിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ലെറ്റേഴ്സസുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.